10th പ്രിലിമിനറി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ഡിസംബർ 28-ാം തീയതിയാണ്. അപ്പോൾ ആ ഒരു എക്സാമിലേക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഓഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ചോദ്യങ്ങളാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തത്, സംസ്ഥാനങ്ങളിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഇതിൻ്റെ ഉത്തരം പറയുന്നത് ഗവർണറാണ്. സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. അടുത്ത ചോദ്യം, ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങിയ രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. ചന്ദ്രനിൽ ആദ്യമായിട്ട് ഇറങ്ങിയ രാജ്യം ദക്ഷിണധ്രുവത്തിൽ അപ്പോൾ പറയുന്നത് എന്താണ്? അത് ഇന്ത്യയാണ്. അപ്പോൾ 2023 ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിക്കാത്ത വ്യക്തിയാണ് ചോദിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ലഭിക്കാത്ത വ്യക്തി ആണ് ചോദിക്കുന്നത്. അപ്പോൾ ക്ലോഡിയ. അപ്പോൾ ഭൗതികശാസ്ത്രത്തിന് ലഭിച്ചത് ഒന്ന് പിയറി അഗോസ്റ്റിനി, ഭൗതികശാസ്ത്രം 2023 ഫെറൻ ക്രൗസ്, ഭൗതികശാസ്ത്രം 2023 ആൻ ലുലിയർ. 2023 ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാര ജേതാക്കളാണ് പിയറി അഗോസ്തിനി അമേരിക്കക്കാരൻ, ഫെറൻ ക്രൗസ് ജർമ്മനി, ആൻലെ ലൂലിയർ സ്വീഡൻ. അടുത്തത്, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ മൂല്യം കവിയുന്നില്ലെങ്കിൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരാതി നൽകാം. അപ്പോൾ അതിൻ്റെ എത്ര മൂല്യത്തിൽ കവിയുന്നില്ലെങ്കിൽ എന്നാണ്? അപ്പം 50 ലക്ഷത്തിൽ കവിയുന്നില്ലെങ്കിൽ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ മൂല്യം 50 ലക്ഷത്തിൽ കവിയുന്നില്ലെങ്കിൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരാതി നൽകാം എന്നാണ്. അതായത് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ജില്ലാ, സംസ്ഥാന, ദേശീയ തലത്തിലാണ് പ്രഖ്യാപിക്കുന്നത്. 5 ലക്ഷം രൂപ വരെയാണ് കേസുകൾ ഫയൽ ചെയ്യുന്നതിന് ഫീസ് പറയുന്നത്. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്നുള്ള അപ്പീലുകൾ സംസ്ഥാന ഉപഭോക്തൃ പരിഹാര കമ്മീഷൻ കേൾക്കുന്നതാണ്. അപ്പോൾ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ 50 ലക്ഷം വരെയാണ്. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്ന് പറയുന്നത് 50 ലക്ഷം മുതൽ 2 കോടി വരെയാണ്. ദേശീയ ഉപഭോക്തൃ പറയുന്നത് 2 കോടിക്ക് മുകളിലേക്കാണ്. അപ്പോൾ അടുത്തത്, സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അധ്യക്ഷൻ. ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അധ്യക്ഷനായി പറയുന്നത്. ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാണ്. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇനി പറയുന്നവയിൽ ഏതാണ് മജിസ്ട്രേറ്റിന് പാസ്സാക്കാൻ കഴിയുന്നത്? അതിൻ്റെ അകത്ത് ഓർത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മജിസ്ട്രേറ്റിന് പാസ്സാക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, സംരക്ഷണ ഉത്തരവ്, ഗാർഹിക പീഡനത്തിലുള്ള സ്ത്രീകളുടെ സംരക്ഷണ ഉത്തരവ്, താമസ ഉത്തരവ്, കസ്റ്റഡി ഉത്തരവ്, ഇതെല്ലാം തന്നെ മജിസ്ട്രേറ്റിന് പാസ്സാക്കാവുന്നതാണ്. ലോക ഉപഭോക്തൃ അവകാശ ദിനം എല്ലാ വർഷവും ഏത് രീതിയിലാണ് ആചരിക്കുന്നത്? അത് മാർച്ച് 15-നാണ്. ലോക ഉപഭോക്തൃ അവകാശ ദിനം, ലോക ഉപഭോക്തൃ അവകാശ ദിനം ഏത് വർഷമാണെന്നാണ്? ഏത് വർഷം, എല്ലാ വർഷവും ഏത് തീയതിയിലാണ് ആചരിക്കുന്നത്? അത് മാർച്ച് 15-നാണ് ആചരിക്കുന്നത്. മാർച്ച് 15-നാണ് ലോക ഉപഭോക്തൃ അവകാശ ദിനം. ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാർക്ക് സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിന് ഏത് സുപ്രധാന നിയമനിർമ്മാണം പാസാക്കിയത്? മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെ പരിപാലനവും ക്ഷേമവും നിയമം 2007. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെ പരിപാലനം ക്ഷേമ നിയമം 2007. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമായ സംക്ഷേപ വേദാർത്ഥം ആരുടെ രചനയാണ്? അപ്പോൾ സംക്ഷേപ വേദാർത്ഥം ഫാദർ ക്ലമൻ്റ് പിയാനിയസ്. മലയാളത്തിലെ സമ്പൂർണ്ണ ഗ്രന്ഥമായ സംക്ഷേപ വേദാർത്ഥം ഫാദർ ക്ലമൻ്റ് പിയാനിയസിൻ്റെ ആണ്. നാടകരംഗത്ത് പുതിയ അവബോധം സൃഷ്ടിച്ച നാടകകൃത്ത് CJ തോമസിൻ്റെ നാടകങ്ങൾ ഏതെല്ലാമാണ്? അവൻ വീണ്ടും വരുന്നു, പിന്നെ 1128 ക്രൈം 27 ആണ്. അപ്പോൾ CJ തോമസിൻ്റെ കൃതികളായി പറയുന്നത് ഒന്ന്, അവൻ വീണ്ടും വരുന്നു, 1128 ക്രൈം 27. അടുത്തത്, മനുഷ്യാലയ ചന്ദ്രിക എന്ന ഗ്രന്ഥം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്?
മനുഷ്യാലയ ചന്ദ്രിക, അത് ഗാർഹിക വാസ്തുവിദ്യയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ എന്തെല്ലാമാണ്? ചെണ്ട, ചേങ്ങില, ഇലത്താളം, ശുദ്ധമദ്ദളം. അപ്പോൾ കഥകളിക്ക് ഉപയോഗിക്കുന്നതാണ് ചെണ്ട, ചേങ്ങില, ശുദ്ധമദ്ദളവും ഇലത്താളവുമാണ്. ചെണ്ട, ചേങ്ങില, ശുദ്ധമദ്ദളം, ഇലത്താളം. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതൊക്കെയാണ്? ഒന്ന് സമ്പർക്കക്രാന്തിയും രണ്ടാമത്തെ മുഴക്കവുമാണ്. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികളാണ്. ഒന്ന് സമ്പർക്കക്രാന്തി, പിന്നെയുള്ളത് മുഴക്കം ആണ്. മുഴക്കം. 2028 സമ്മർ ഒളിമ്പിക്സ് നടന്ന സ്ഥലം ലോസ് ഏഞ്ചൽസ് ആണ്. ഇനി അടുത്തത് ഈ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയോ തെറ്റോ എന്ന് പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന 3 ശരിയുത്തരങ്ങളാണ്. അപ്പോൾ ഓരോന്ന് നോക്കാം. 2023 ദേശീയ ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പിനായുള്ള ഒരു രാജാ ഭലേന്ദ്ര സിംഗ് ട്രോഫി ലഭിച്ചത് മഹാരാഷ്ട്രക്കാണ്. 2023 ദേശീയ ഗെയിംസിന് വേദിയൊരുങ്ങിയത് ഗോവയിലാണ്. 2023 ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിൻ്റെ താരം സാജൻ പ്രകാശ് സ്വർണം നേടുകയും ചെയ്തു. അപ്പം 3 കാര്യങ്ങളും ശരിയാണ്. 2023 ദേശീയ ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പിനായുള്ളൊരു രാജാ ഭലേന്ദ്ര സിംഗ് ട്രോഫി ലഭിച്ചത് മഹാരാഷ്ട്രക്ക്. 2023 ദേശീയ ഗെയിംസിന് വേദിയൊരുങ്ങിയത് ഗോവയിൽ. 2023 ദേശീയ ഗെയിംസിൽ നീന്തലിന് കേരളത്തിൻ്റെ താരമായി വന്നത് സാജൻ പ്രകാശ് ആണ്.